ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെണ്ണക്കണ്ണനായി ഗോപികമാരുടെ മനം കവർന്ന് ദേവകീനന്ദനെ കാണാൻ ഗ്രഹിക്കാത്ത മനുഷ്യജന്മങ്ങളുണ്ടോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിലോട്ടാണ്. കർണാടകയിലെ തെക്കൻ കന്നഡ ജില്ലയിലാണ് ഉടുപ്പി ശ്രീകൃഷ്ണ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വളരെ പൗരാണികതയും നാഗരികതയും ഒത്തുചേർന്നതാണ് ഉടുപ്പി എന്ന് പറയുന്നത്. ഉടുപ്പി എന്ന ഈ സ്ഥലത്തിൻ്റെ പേര് വരാനുള്ള കാരണം ഉഡു എന്നാൽ നക്ഷത്രങ്ങളാണ്. പിന്നെ നക്ഷത്രങ്ങളുടെ രാജാവായ ചന്ദ്രന് രോഹിണി നക്ഷത്രത്തോട് മാത്രം സ്നേഹം തോന്നുകയാണ്. രോഹിണിയുടെ അച്ഛനായ ലക്ഷ പ്രജാപതി ചന്ദ്രന് വൃത്തിക്ഷയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ശപിക്കുകയും ആ ഒരു ശാപം മാറ്റുവാൻ വേണ്ടി ചന്ദ്രൻ ഉടുപ്പിയിലെത്തി. പുഷ്കരണി തീരത്ത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഉഡു അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ കഥയാണ് ചന്ദ്രനോട് ബന്ധപ്പെട്ട് ഉടുപ്പി എന്ന് പേര് വരാനുള്ള കാരണം. കണ്ണൻ്റെ ബാലലീലകൾ കാണണമെന്ന് മാതാവായ ദേവകിക്ക് ആഗ്രഹമുണ്ടായി. ആഗ്രഹപൂരണത്തിനായി ശ്രീകൃഷ്ണൻ ആ ബാലലീല വീണ്ടും അവതരിപ്പിച്ചു. രുക്മിണി കൃഷ്ണൻ്റെ ബാലരൂപത്തിൽ ആകൃഷ്ടയാകുകയും തനിക്ക് ആരാധിക്കുവാൻ ഒരു വിഗ്രഹം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് വിശ്വകർമാവ് സാളധാമശിരയിൽ ഒരു വിഗ്രഹം പണിതീർത്തു. ഒരു കൈയിൽ മത്തും മറുകൈയിൽ കയറുമായി നിൽക്കുന്ന രൂപമാണ് വിശ്വകർമ്മ നിർമ്മിച്ചത്. രുക്മിണി ഉപാസിച്ച ഈ വിഗ്രഹം കാലാന്തരത്തിൽ ദ്വാരക സമുദ്രമായി കണ്ടുപോയ അവസരത്തിൽ ഗോപീചന്ദ്രത്താൽ മൂടപ്പെട്ടു. പിന്നീടായിരുന്നു ദ്വാരകത്തിൽ പുറപ്പെട്ട ഒരു കപ്പൽ സന്നിധാനാവസ്ഥയിൽ പെടുമ്പോൾ കപ്പലിനെ സമതല അവസ്ഥയിൽ അതിൻ്റെ കപ്പിത്താൻ കട്ടയെ ഉപയോഗിക്കുകയും ചെയ്തു. ഉടുപ്പിക്കടുത്ത് കപ്പലെത്തുമ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാകുകയും ചെയ്തു. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി തന്ത്രപ്പെടുമ്പോൾ കരയിലിരുന്ന മാധ്വാചാര്യർ വീശിയ കാറ്റിനെ നിയന്ത്രിച്ചു കപ്പലിനെ കരക്കറിയുവാൻ സഹായിക്കുകയും ചെയ്തു. നന്ദി സൂചകമായി കപ്പിത്താൻ ഈ ഗോപീചന്ദനക്കട്ട മാധ്വാചാര്യർക്ക് നൽകി. ഈ ചന്ദനക്കട്ട അനാവരണം ചെയ്ത് കൃഷ്ണവിഗ്രഹം കണ്ട ആചാര്യർ ഉടുപ്പിയിൽ പ്രതിഷ്ഠിച്ചു. ഗുരുവായൂരിലെ ചതുർവാഗുവായ വിഷ്ണു വിഗ്രഹത്തെ പോലെ ശ്രീകൃഷ്ണന്റെ കാലത്ത് ദ്വാരകയിൽ പൂജിക്കപ്പെട്ടിരുന്നു. പ്രകാരം ഉടുപ്പിയിൽ പ്രതിഷ്ഠിച്ചു. ക്ഷേത്രനഗരി മാത്രമല്ല ഉടുപ്പി, മലപ്രാധാന്യമുള്ള ആലയങ്ങളും മഠങ്ങളുടെയും ശ്വാതല കേദാര ഭൂമി കൂടിയാണ് ഉടുപ്പി. ശ്രീകൃഷ്ണ മഠമാണ് ഇവയിലെ മുഖ്യം. മാധുസമ്പ്രദായത്തെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി മാധ്വാചാര്യരുടെ ശിഷ്യന്മാർ സ്ഥാപിച്ച 8 മഠങ്ങൾ ഇവിടെ. ഇവർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ രഥം പാർശ്വഭാഗങ്ങളായി സ്ഥിതി ചെയ്യുന്നുണ്ട്. 8 മഠങ്ങളിലും മാധ്വാചാര്യങ്ങൾ നൽകിയ വിഗ്രഹങ്ങൾ ആണ് ആ ആധാരങ്ങൾ. നാളെ പോവുകയാണ് ഗായ്സ്. പിന്നെ ഇവിടെ കുറേ ഗാർഡനൊക്കെ ഉണ്ട് ഗായ്സ്.
നല്ല ഗാർഡനൊക്കെ ഉണ്ട്. ആന അതൊക്കെ ഉണ്ട് ഇവിടെ. ശില്പങ്ങളാണ് അതിൻ്റെ. ഇവിടെ പിന്നെ കുറേ പൂജകളൊക്കെ ഉണ്ട്. പിന്നെ തുലാഭാര പൂജേൻ്റെ ടൈം 6:30 തൊട്ട് 9:30 വരെയാണ്. പിന്നെ നിർമ്മാലയ പൂജ, ഉഷകാല പൂജ, അക്ഷയപാത്ര പൂജ, ഗോപൂജ, വിശ്വരൂപ ദർശനം, അലങ്കാര പൂജ, തീർത്ഥപൂജ. പിന്നെ രാത്രി പൂജ 7:30ക്കാണ്. മഹാപൂജ രാവിലത്തെ ഉച്ചക്കത്തെ പൂജയാണ് 11 മണിക്കന്നെ നടക്കുന്നുണ്ട്. പിന്നെ രംഗപൂജ, തൊട്ടില് പൂജ 8:30 രാത്രിയാണ്, PM ആണ്. പിന്നെ പഞ്ചാമൃത അഭിഷേക. പിന്നെ ഞാനിവിടെ കുറച്ച് പൂജകളുടെ പേരെ പറഞ്ഞിട്ടു. കുറേ പൂജകളുണ്ട് ഇവിടെ. പിന്നെ കുറേ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കുറേ വിഗ്രഹങ്ങളുണ്ട് കേട്ടോ ഗായ്സ്. ഓരോന്നിൻ്റെ വിഗ്രഹങ്ങളും ഉണ്ട്. കുറേ ഉണ്ട്. ഇതാണ് ഉള്ളിലുള്ള ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം. അങ്ങനെയാണ്. പിന്നെ ഉള്ളിലത്തെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, നല്ല ലൈറ്റൊക്കെ ആയിട്ട്. അങ്ങനെ എടുക്കാൻ പാടില്ല. ഇതാണ് ഉള്ളിലുള്ള വിഗ്രഹം. ഇതാണ് ശ്രീകൃഷ്ണൻ്റെ ദർശനം. 2 ഭാഗത്തുനിന്നും ശ്രീകൃഷ്ണൻ്റെ ദർശനം ആവുന്നുണ്ട്. ഉടുപ്പി കൃഷ്ണൻ്റെ പരമഭക്തനായിരുന്നു കനകദാസൻ. ഭഗവാനെ ഒരു തവണയെങ്കിലും ഒരു നോക്ക് കണ്ട് സായുജ്യം നേടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പരമസ്വാർത്ഥികൻ. അങ്ങനെ ഒരു നാൾ ഉടുപ്പി കൃഷ്ണനെ കണ്ടു തൊഴണമെന്നാഗ്രഹിച്ച് ക്ഷേത്ര ദർശനത്തെത്തിയ കനകദാസനെ അദ്ദേഹത്തിന് അബ്രാഹ്മണനായതിനാൽ അനുവാദം നിഷേധപ്പെട്ടു. ഇതിൽ നിരാശനായ കനകദാസൻ പുറകിൽ കുടിൽ കെട്ടി കീർത്തനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. വളരെയേറെ നാളുകൾ കഴിഞ്ഞിട്ട് എനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് മനോവിഷമത്താൽ കനകദാസൻ ഹൃദയം പൊട്ടുന്ന വിഷമത്തിൽ കൃഷ്ണനെ വിളിച്ചു. കൃഷ്ണ, നീ ബേഗനെ ബാറോ എന്ന് വിളിച്ചു. അങ്ങനെയാണ് കനകദാസൻ്റെ കഥ. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു. ഇവിടെ ചോറും രസവും ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗായ്സ്. എല്ലാവരും വരണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. ബൈ ബൈ.